പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചെറിയ വേദഭാഗം 1 കൊരിന്ത്യർ 13 അധ്യായം 1 വാക്യം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, അഗപ്പേ ലവ്, മനുഷ്യർക്ക് ഒരിക്കലും അതുപോലെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. കർത്താവ് നമ്മളെ സ്നേഹിച്ച പോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ശ്രമിക്കാം. 1-2 ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കുകയാണ്. മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയെ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ വ്യർത്ഥമാകും. നാം വളരെ ആത്മീയമായിട്ട് പ്രാഗൽഭ്യത്തോടെ നമ്മൾ പ്രസംഗിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ആ സ്നേഹമുണ്ടോ? ആ സ്നേഹമില്ല എങ്കിൽ ദൈവസന്നിധിയിൽ അർത്ഥശൂന്യമാണ്. മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ. കൊരിന്ത്യ സഭയിൽ ആ കാലത്ത് വളരെ പ്രവചന രീതിയിലും അന്യഭാഷയിലും സംസാരിക്കുന്നത് അവർക്ക് വലിയ ഒരു വരമായിട്ട് അവർ കണ്ടിരുന്നു. എന്നാൽ സ്നേഹമില്ല എങ്കിൽ നാം അന്യഭാഷയിൽ സംസാരിച്ചാലും പ്രവചനവരം നാം പ്രാപിച്ചാലും അത് വ്യർത്ഥമാണ്. സ്നേഹത്തിൻ്റെ പ്രാധാന്യം എന്താണ്? സ്നേഹം വെറും ഒരു വികാരമല്ല. അത് നമുക്ക് മറ്റുള്ളവരോട് ദീർഘമായി ക്ഷമിപ്പാനും മറ്റുള്ളവരോട് ദയയോടും കാരുണ്യത്തോടും അവരെ കരുതുവാനും സാധിക്കുമ്പോഴാണ് നാം സ്നേഹത്തിൻ്റെ വക്താക്കളാകുന്നത്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുവാൻ, ദൈവത്തെ സ്നേഹിപ്പാനും മനുഷ്യരെ സ്നേഹിപ്പാനും നമുക്ക് ഇടയാകണം. അതില്ല എങ്കിൽ നാം പറയുന്ന വാക്കുകൊണ്ടോ നമ്മൾ കാണിക്കുന്ന പ്രവൃത്തി കൊണ്ടോ ഒന്നും സ്നേഹിപ്പാൻ നമുക്ക് കഴിയുകയില്ല. ദൈവസ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മിൽ വരുമ്പോൾ മാത്രമാണ് സഹജീവികളോട്, നമ്മുടെ കൂടപ്പിറപ്പുകളോട് സ്നേഹത്തോടെ പെരുമാറുവാൻ നമുക്ക് സാധിക്കുന്നത്. അതിന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു ദിവസം കർത്താവ് ദാനമായി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മനുഷ്യരുടെ ഭാഷയിലും ദൂതന്മാരുടെ ഭാഷയിലും സംസാരിച്ചാലും നാം സ്നേഹിക്കുന്നില്ല എങ്കിൽ വ്യർത്ഥമാകുന്നു. നാം ദൈവത്തെ പോലെ ദൈവത്തിൻ്റെ രീതിയിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ശ്രമിക്കാം. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.